मतलब आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको, तो मतलब तिलक की जगह खिलाऊं. സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പുച്ഛിച്ചു തള്ളിയത് ഇങ്ങനെയായിരുന്നു. ഇനി ഇന്നലത്തെ മത്സരശേഷമുള്ള ഈ കാഴ്ച കൂടി കാണുക. സഞ്ജു രക്ഷിച്ചത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റന്റെ തൊപ്പി കൂടിയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. കളി തോറ്റിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിക്കും അല്ലെങ്കിൽ കരിയറിന് തന്നെയോ അന്ത്യമാകുമായിരുന്നു. 2015 ജൂലൈയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച മലയാളി താരത്തോടുള്ള അനീതിയും അവഗണനയും ഒന്നും പുതുമയല്ല. എന്നാൽ അല്പമെങ്കിലും ചേർത്തു പിടിച്ചിട്ടുണ്ടെന്ന് കരുതിയ സൂര്യ കൂടി തള്ളിപ്പറഞ്ഞതോടെ സഞ്ജുവിന് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് കരുതിയവരാകും ഏറെയും. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ തോൽവിയോടെ സഞ്ജുവിനെ തിരിച്ചു വിളിച്ച ടീം ഇന്ത്യയുടെ തീരുമാനം തെറ്റിയില്ല. സ്ഥിരതയില്ലാത്തവനെന്നും അവസരങ്ങൾ കളഞ്ഞുകുളിച്ചവനെന്നും നിരന്തരം പഴികേട്ട സഞ്ജുവിന് സ്വയം തെളിയിക്കാൻ ഇതിനേക്കാൾ വലിയൊരു വേദിയില്ലായിരുന്നു. ലോകകപ്പിൽ അതും ടീം തോറ്റാൽ പുറത്താകുമെന്ന ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ കൂട്ടാളികളെല്ലാം ഒന്നൊന്നായി കൂടാരം കയറുമ്പോഴും വിൻഡീസ് വീരത്തിന് മുന്നിൽ വീണില്ല സഞ്ജു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വീണപ്പോൾ ചേസിന്റെ ഉത്തരവാദിത്വം മുഴുവൻ തനിക്കെന്നുറപ്പിച്ച തന്റെ സ്വാഭാവിക ചോദനകളെല്ലാം അടക്കി സഞ്ജു ക്രീസിൽ ഉറച്ചു. സഞ്ജുവിന്റെ ക്ലാസും മാസും ഗ്രേസും കണ്ട കലക്കൻ ഇന്നിങ്സ്. അർഹിച്ച സെഞ്ചുറി നഷ്ടമായ എന്ന സങ്കടമുണ്ട്. എന്നാൽ കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വവേദി കണ്ട എക്കാലത്തെയും മികച്ച ഇന്നിങ്സുകളിലൊന്നിന് നന്ദി സഞ്ജു. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.